ഹ്രസ്വകാല സന്ദർശനത്തിൽ ഗൾഫ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാർക്ക് അറിയിപ്പുമായി വിദേശകാര്യ മന്ത്രാലയം. കേന്ദ്ര സർക്കാരും അതത് രാജ്യങ്ങളും നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം. രാജ്യത്തേക്ക് മടങ്ങിവരാൻ വിമാന സർവീസുകളുണ്ട്. വ്യോമമേഖല അടയ്ക്കാത്ത രാജ്യങ്ങളിലെ സർവീസുകൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നിർദ്ദേശം. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിഷ്ണു, എങ്ങനെയാണ് ഇവർക്ക് ഏതൊക്കെ സർവീസുകൾ, വിമാന സർവീസുകൾ എപ്പോഴൊക്കെ ഉണ്ടാകുമെന്നതിനെ പറ്റിയൊക്കെയുള്ള വിവരങ്ങൾ ലഭിക്കുക? എങ്ങനെയാണ് കേന്ദ്രത്തിന്റെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇടപെടൽ? അക്ഷയ, ഇതിനോടകം തന്നെ പല ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകളുടെ ലിസ്റ്റുകളെല്ലാം വിമാന കമ്പനികളും അതോടൊപ്പം തന്നെ കേന്ദ്ര വ്യോമയാന മന്ത്രാലയവും പുറത്തുവിട്ടിട്ടുണ്ട്. ഇതനുസരിച്ച് പല രാജ്യങ്ങളിൽ നിന്നും കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാർക്ക് നാട്ടിൽ തിരിച്ചു വരികയും ചെയ്യാം. ഇപ്പോൾ അറിയിപ്പ് നൽകിയിട്ടുള്ളത് പ്രധാനമായും സന്ദർശക വിസയിലോ അല്ലെങ്കിൽ ഹയ്യ A1 കാറ്റഗറി എന്ന് പറയുന്ന വിസയിലോ ഗൾഫ് രാജ്യങ്ങളിലേക്കോ മിഡിൽ ഈസ്റ്റിലെ മറ്റ് സ്ഥലങ്ങളിലേക്കോ എല്ലാം പോയിട്ടുള്ള ആളുകൾക്കാണ്. ഇവർക്ക് മടങ്ങി വരാൻ ചില രാജ്യങ്ങളിൽ എയർ സ്പേസ് അടച്ചിട്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അങ്ങനെയുണ്ട് എങ്കിൽ തൊട്ടടുത്ത സ്ഥലങ്ങളിലേക്ക് പോയി അവിടെ നിന്ന് വിമാനങ്ങൾ അല്ലെങ്കിൽ വിമാന സർവീസ് ഉള്ള എയർപോർട്ടുകളിലേക്ക് എത്താനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇത് മാത്രമല്ല, ഒരു എംബസി മുഖേന, ഖത്തറിലെ എംബസി മുഖേന ഒരു വെബ് പോർട്ടൽ തുറന്നിട്ടുണ്ട്. അതിൽ തങ്ങളുടെ പേര് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യണം. എത്ര ഇന്ത്യക്കാർ ഒറ്റപ്പെട്ട് കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് കണ്ടെത്താൻ കൂടി വേണ്ടിയാണ് ഈ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ത്യക്കാരോട് ജാഗ്രത പാലിക്കാനും ഇപ്പോഴും സ്ഥിതിഗതികൾ കേന്ദ്ര സർക്കാർ നിരീക്ഷിച്ചു വരികയാണ് എന്നും വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട്. അക്ഷയ്. ശരി വിഷ്ണു.